നമ്മൾ മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു നോൺ സീറോ മെട്രിക്സ് ആയ ആൻഡ് ബി ഫോർ വിച്ച് എ ബി ഈക്വൽ 0. ഫുള്ളായിട്ട് നമ്മളൊരു മെട്രിക്സ് എഴുതുമ്പോൾ അത് നൾ മെട്രിക്സോ അല്ലെങ്കിൽ സീറോ മെട്രിക്സോ ആകരുത്. പക്ഷെ പ്രോഡക്റ്റ് എന്താവണം? 0 ആണ്. അപ്പം നമ്മളൊരു മെട്രിക്സ് എഴുതുമ്പോൾ നമുക്കൊരു മെട്രിക്സിനകത്ത് അധികം കൂടുതൽ നോൺ സീറോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയിരുന്നാൽ മതി. അപ്പോൾ 2 0 കൊടുത്തു, 0 0 കൊടുത്തു, ഇതൊരു മെട്രിക്സ് ആക്കി എഴുതാം. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് അടുത്ത് എഴുതുമ്പോൾ ഇത് 0 0 കൊടുത്തു, ഇവിടെ എന്നാ 3 0 3 കൊടുത്തു. ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഈ നമ്പറുകൾ മാറ്റിത്തരാം. അതായത് ഫസ്റ്റ് മെട്രിക്സിനകത്ത് ഏതാണ് ഫസ്റ്റ് എലമെന്റ് മാത്രം ഇഷ്ടമുള്ള നമ്പർ എഴുതുക. ദെൻ ഈ സെക്കൻഡ് മെട്രിക്സിനകത്ത് ലാസ്റ്റ് നമ്പർ മാത്രം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതുക. അങ്ങനെ എന്തോ ഒരു മെട്രിക്സ് എഴുതിയാലും ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് എ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അനദർ എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ നോൺ സീറോ 2/2 ആണെങ്കിൽ ഇപ്പോൾ 5 0 0 0 ഒരു മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ മെട്രിക്സ് ഏത് എഴുതാം? 0 0 0 -3 എഴുതാം. ഇതിന്റെ പ്രോഡക്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സും ഇ എന്ന് പറയുന്ന മെട്രിക്സ് എ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ രണ്ട് നമ്പർ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ ഈ നമ്പർ എഴുതണമെങ്കിൽ അടുത്തതിൽ ഇവിടെ ഈ ഫസ്റ്റ് നമ്പർ എഴുതാം. ബാക്കി ഫുള്ള് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് എ ബി എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 -1 2 3 ആണ്. ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എല്ലാ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഇട്ടു. ബി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 -1 2 3 ആണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് 1 എ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എ ട്രാൻസ്പോസ് എഴുതണം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 വരും, -1 3 വരും. എ ട്രാൻസ്പോസ് എഴുതും. അടുത്ത പി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത ക്യൂ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പി ട്രാൻസ്പോസ് പി ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു -Q ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് പി പ്ലസ് ക്യൂ ഈക്വൽ ടു നമ്മൾ എന്താണ്? നമ്മുടെ മെട്രിക്സ് എ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൻസറായി. മാർച്ച് 2019 2018 ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഈക്വൽ ടു Aij 2/3 വേർ Aij ഈക്വൽ ടു I plus j. കൺസ്ട്രക്ട് എ മെട്രിക്സ് എ. എക്സ്പ്രസ് എ ആൻഡ് എ ഡാഷ് ആൻഡ് ഹെൻസ് പ്രൂവ് ദാറ്റ് എ ഡാഷ് ഈസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് എ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. Aij ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് Aij എന്താന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ Aij എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. Aij ഈക്വൽ ടു I plus j ആണ്. ഇവിടെ നമ്മൾ എന്ത് മെട്രിക്സ് ആണ്? 2/3 മെട്രിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 റോയും 3 കോളവും ആണ്. അതായത് 2/3 മെട്രിക്സ്. അപ്പൊ എന്ത് വരുമായിരിക്കും? 2/3 എന്ന് പറഞ്ഞാൽ 2 റോ, 2 റോയും 3 കോളവും. അപ്പൊ നമ്മൾ വരുന്ന A11 വരും. അപ്പൊ 2 റോയാണ്. അപ്പൊ A12 വരും, A13 വരും. 3 കോളമുണ്ട്. അപ്പൊ A21 വരും, A22 വരും, A23 വരും. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്. അതായത് 2 റോയും 3 കോളവും വരും. ഇനി ഇവിടെ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്തെ ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. A11 കണ്ടുപിടിക്കണം. Aij എന്ന് പറഞ്ഞാൽ I plus j ആണ്. അപ്പൊ A11 എന്ന് പറഞ്ഞാൽ എന്താ? 1 + 1 ആൻസർ 2 വരും. A12 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 2 ആൻസർ 3 വരും. A13 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 3 ആൻസർ 4 വരും. അതായത് ഐയുടെ വാല്യൂവും ജെയുടെ വാല്യൂ നമ്മൾ ചുമ്മാ ആഡ് ചെയ്തു. ഇതാണ് നമ്മുടെ Aij എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂ. ഇനി അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A21 കണ്ടുപിടിക്കണം. അതായത് 2 + 1 ആൻസർ 3 വരും. A22 കണ്ടുപിടിക്കണം. അതായത് 2 + 2 ആൻസർ 4 വരണം. A23 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ 2 + 3 ആൻസർ 5 വരും. അപ്പൊ നമുക്കൊരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടും. എ എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പൊ നമുക്ക് ഏതാ മക്കളെ കിട്ടിയേക്കണേ? ആദ്യത്തെ 2 എഴുതി, രണ്ടാമത്തെ 3 എഴുതി, അടുത്തത് നമ്മൾ 4 എഴുതി, അടുത്ത 3 എഴുതി, 4 എഴുതി, 5 എഴുതി. അപ്പൊ എ എന്ന മെട്രിക്സ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അടുത്ത് നമുക്കോട് പറഞ്ഞേക്കണം കൺസ്ട്രക്ട് എ. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എക്സ്പ്രസ് എ ഇൻറ്റു എ ഡാഷ്. ഏതാ കണ്ടുപിടിക്കണം? എയും എ ഡാഷും കൂടെ പ്രോഡക്റ്റ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് എ ഇൻറ്റു എ ഡാഷ്. അപ്പൊ എ ഡാഷ് കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്യണം? എ കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? എ ഈക്വൽ ടു നമുക്ക് കിട്ടിയ മെട്രിക്സ് 2 3 4 അടുത്ത 3 4 5 ആണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടുക. ഇനി നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ റോ കോളായിട്ടും കോളം റോ ആയിട്ടും ചേഞ്ച് ചെയ്യണം. അപ്പൊ 2 3 വരും. അടുത്ത ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആയി,
3 4 വരും, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയി, അടുത്ത 4 5 വരും, നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി. ഇനി ഈ രണ്ട് മെട്രിക്സും കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് എ ഇൻറ്റു എ ഡാഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി എ എന്ന് പറഞ്ഞാൽ 2 3 4 ആണ്, അടുത്ത 3 4 5 ആണ് കിട്ടിയേക്കണേ. രണ്ടാമത്തെ മെട്രിക്സ് കിട്ടിയേക്കണേ 2 3 ആണ്, 3 4 ആണ്, 4 5 ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് എന്താണ്, 2 3 4 3 4 5 2 3 3 4 4 5 നമുക്ക് കിട്ടി. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 റോയും 3 കോളമാണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 × 2 ആണ്. അപ്പോൾ ഇത് രണ്ടും പോയിട്ട് നമ്മുടെ മെട്രിക്സ് ഏത് കിട്ടും, 2/2 മെട്രിക്സ് കിട്ടും. 2 റോയും 2 കോളം ഉള്ള ഒരു മെട്രിക്സ് കിട്ടും. അപ്പോൾ നമ്മൾ എ ഇൻറ്റു എ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യണം, എ ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യത്തെ മെട്രിക്സ് ഏതാ നമുക്ക് കിട്ടിയേക്കണം, ദാറ്റ് ഈസ് ഈക്വൽ 2 3 4. അപ്പോൾ 2 2 3 4, രണ്ടാമത്തെ 3 4 5, അടുത്തത് വരുമ്പോൾ നമ്മൾ 2 3, അടുത്ത 3 4 4 5. ഇതിന് രണ്ട് മെട്രിക്സ് തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോയെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ 2 വരും, പ്ലസ് 3 × 3 വരും, 3 × 3 പ്ലസ് 4 × 4 വരും, 4 × 4 വരും. ആദ്യത്തെ കിട്ടി. വീണ്ടും അടുത്ത എന്ത് വരും, 2 ഇൻറ്റു ഈ 3 വരും, പ്ലസ് അടുത്ത 3 × 4 വരും, പ്ലസ് അടുത്ത് വരുമ്പോൾ 4 × 5 വരും. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒന്ന് ചെക്ക് ചെയ്യണം. 2 3 4 2 3 4 2 3 4. ഈ കോളം നോക്കണം, ആദ്യത്തെ കോളം 2 3 4, രണ്ടാമത്തെ 3 4 5. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെറുതെ എഴുതാം. അടുത്ത് നോക്കിയാൽ 3 ഇൻറ്റു ഈ 2 അങ്ങനെ തന്നെ ഇറക്കി എഴുതിയാൽ മതി, പ്ലസ് ഈ 4 ഇൻറ്റു ഈ 3 ഇറക്കി എഴുതിയാൽ മതി, പ്ലസ് ഈ 4 ഇൻറ്റു ഈ 5 ഇൻറ്റു ഈ 4 ഇറക്കി എഴുതിയാൽ മതി. അപ്പോൾ നോക്കുക 3 4 5 3 4 5, പിന്നെ 2 2 3 3 4 4 കറക്റ്റാണ്. അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ നമ്പർ വരും. 3 ഇൻറ്റു ഈ 2 വരും, 3 വരും, പ്ലസ് അടുത്ത 4 ഇൻറ്റു ഈ 4 വരും, 4 × 4 വരും, പ്ലസ് ഈ 5 × 5 വരും. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊന്ന് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 2 × 2 4 വരും, 3 × 3 9 വരും. ഇത് കാൽക്കുലേറ്റർ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. 4 × 4 60. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക, 2 × 2 4 അടിക്കുക, പ്ലസ് 9 3 × 3 9 നമുക്കറിയാമല്ലോ, പ്ലസ് 9 അടിക്കുക, 4 × 4 പ്ലസ് 16 അടിക്കുക, ഒറ്റയടിക്ക് കാൽക്കുലേറ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഇതൊന്നും ചെയ്തുന്നുള്ളൂ. 6 ഇപ്പോൾ പ്ലസ് 12 പ്ലസ് 20 വരും, രണ്ടാമത്തെ വരുമ്പോൾ 6 വരും, 12 വരും, പ്ലസ് 5 × 4 20 വരും, അടുത്ത് വരുമ്പോൾ 3 × 3 9 വരും, 4 × 4 16 വരും, പ്ലസ് 5 × 5 25 വരും. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് നോക്കിയേ, 16 4 20 29 വരും. ഇത് ആദ്യത്തെ. അടുത്ത 12 6 18 18 20 38 വരും. അടുത്ത് വരുമ്പോൾ 16 20 12 6 18 വരും, 18 20 38 വരും. അടുത്ത് വരുമ്പോൾ 16 9 25 25 25 50 വരും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് 29 38 38 50 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്യണം. സിമെട്രിക്, ഇത് സിമെട്രിക് ആണെങ്കിൽ തന്നെ എ ട്രാൻസ്പോസ് ദ ഓൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്തായിരിക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് തന്നെ ഇരിക്കണം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഒന്നാണ്, ഇത് രണ്ടും ഒന്നായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ട്രാൻസ്പോസ് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എ ട്രാൻസ്പോസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ തന്നെ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്താ നമുക്ക് കിട്ടിയണേ, 38 ദാറ്റ് ഈസ് ഈക്വൽ 29 38 38 15 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 29 38 38 15 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ട്രാൻസ്പോസ് ഈക്വൽ ടു ദ ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, എ ട്രാൻസ്പോസ് തന്നെയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, എ ഡാഷ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. എന്താണ് എ ഡാഷ് എന്ന് പറയുന്നത്, എ ട്രാൻസ്പോസ് ഈസ് എ സിമെട്രിക് എന്ന് പറയാൻ പറ്റും. സിമെട്രിക്കാന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കണത് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, സിമെട്രിക്കാന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താന്ന് പ്രൂവ് ചെയ്യണം, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നിട്ട് പ്രൂവ് ചെയ്യണം അല്ലേ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എ പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കണം. എ ട്രാൻസ്പോസ് ഓഫ്
ട്രാൻസ്പോസ്. വരയിട്ടാലും കുഴപ്പമില്ല, ടി എന്ന് എഴുതിയാലും രണ്ട് സെയിം തന്നെയാണ്. അപ്പം നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് ആണ്. പിന്നെ ഇതെന്താണ്? എ ട്രാൻസ്പോസ് അങ്ങനെ തന്നെ വരും. എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് എ തന്നെയാണ്. അപ്പം നമ്മൾ നോക്കിക്കേ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടി അല്ലേ? അപ്പോൾ therefore എന്ത് പറയാൻ പറ്റും? എ പ്ലസ് എ ട്രാൻസ്പോസ് ഈ സിമെട്രിക് ആണ്. കാരണം ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് നമുക്കറിയാം. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അതറിയാം നമുക്ക്, അതാണ് ഈ കൊടുത്തത്. ഇനി എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ therefore എന്ത് പറയാൻ പറ്റും? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. സിമെട്രിക്.